എന്റെയൊക്കെ കുട്ടിക്കാലത്തെ ഇംഗ്ലീഷ് ഗായകർ എന്ന് പറഞ്ഞാൽ ആദ്യം വായിൽ വരുന്ന അല്ലെങ്കിൽ ആദ്യം അറിയാവുന്ന പേര് മൈക്കൽ ജാക്സന്റെ ആയിരുന്നു. ഞങ്ങളുടെ ചേട്ടനാണെങ്കിൽ പുള്ളിയുടെ കട്ട ഫാനായിരുന്നു. ഇപ്പോൾ ബീറ്റ് ഇറ്റ്, ഡേഞ്ചറസ്, ബാഡ്, ത്രില്ലർ ഇതിന്റെ എല്ലാം കാസറ്റ് വീട്ടിലുണ്ടായിരുന്നു. അക്കാലത്ത് ഞാൻ കുട്ടിയാണല്ലോ, സോ വലിയ പ്രിയമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും ഇഷ്ടമായിരുന്നു പാട്ട് കേൾക്കാനായിട്ട്. പക്ഷെ ഇത് കേട്ട് കേട്ട് ഇങ്ങനെ വളർന്ന് കുറച്ചുകൂടെ പ്രായമായപ്പോഴാണ് പുള്ളിയുടെ സോങ്സിന്റെ ഒക്കെ ഒരു അഡിക്ഷൻ മനസ്സിലാക്കുന്നത്. എന്തൊരു ക്വാളിറ്റി ആൻഡ് എന്തൊരു മ്യൂസിക് ആണത്. സോ ശരിക്കും പറഞ്ഞാൽ മൈക്കൽ ജാക്സന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളം, തമിഴ്, ഹിന്ദി പഴയ പാട്ടുകളൊക്കെ കേട്ട് വളർന്നതുപോലെ തന്നെ ഇതും ഒരു നൊസ്റ്റാൾജി അല്ലെങ്കിൽ ലൈഫിന്റെ ഒരു നല്ല കാലഘട്ടത്തിന്റെ ഓർമ്മ തന്നെയാണ്. സോ ഒരു നല്ല പാർട്ടാണ് ലൈഫിന്റെ എന്ന് തന്നെ പറയാം. അപ്പോൾ മൈക്കൽ ജാക്സന്റെ ബയോപിക് ആയ മൈക്കൽ എന്ന സിനിമ കാണാനായിട്ട് ഞാനും എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഇരുന്നത്. അങ്ങനെ പടം കണ്ടു. ജോൺ ലോഗൻ ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ആന്റോയിൻ ഫുക്വ ആണ് ഇതിന്റെ ഡയറക്ടർ. മൈക്കൽ ജാക്സൺ ആയിട്ട് വരുന്നത് പുള്ളിയുടെ നെഫ്യൂ ആയ ജാഫർ ജാക്സൺ ആണ്. അപ്പോൾ ഇന്ന് ഈ സിനിമയെ കുറിച്ച് ലെജൻഡറി മ്യൂസീഷ്യൻ ആയിട്ടുള്ള മൈക്കൽ ജാക്സന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ സിനിമ പറയുന്നത്. മുഴുവൻ ജീവിതകഥയൊന്നും പടത്തിൽ പറയുന്നില്ല. 1988 വരെ ഇതിൽ പറയുന്നുള്ളൂ. കൂടുതലും അച്ഛനും മകനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഈ പടത്തിൽ എന്നും പറയാം. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പടത്തിന്റെ പുറത്തൊക്കെ അത്രയ്ക്ക് നല്ല റെസ്പോൺസ് ഒന്നും അല്ല കിട്ടിയിട്ടുള്ളത്. ക്രിട്ടിക്സിനൊന്നും പടം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് കേട്ടത്. ഇതൊരു സിനിമയായിട്ട് പോലും പലർക്കും ഫീൽ ചെയ്യുന്നില്ല. പല വിവാദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ ഒരു വാനില ബയോപിക് ആണ് എന്ന് പറയുന്നത് കേട്ടു. ബട്ട് എനിക്ക് വർക്കായി കേട്ടോ. ഇതിന്റെ ഇമോഷണൽ പോർഷൻസ്, ഡ്രാമ ഒക്കെ എനിക്ക് കണക്ട് ആയി. മേ ബി എനിക്ക് മൈക്കൽ ജാക്സന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അല്ലെങ്കിൽ തന്നെ മ്യൂസിക്, ഡാൻസ് ഇതിനോടൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. എല്ലാവർക്കും ചിലപ്പോൾ അതുപോലെ വർക്കാകണമെന്നില്ല. ശരിക്കും മൈക്കൽ ജാക്സന്റെ കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറിയാണിത്. ഞാൻ പറഞ്ഞ പോലെ അച്ഛൻ മകൻ കോൺഫ്ലിക്റ്റ് ആണ് പ്രധാന വിഷയം. 5 ആൺമക്കൾ ചേർന്ന അവരുടെ ഒരു ബാൻഡ് ജാക്സൺ 5 എന്നുള്ളത്. വളരെ കൺട്രോളിംഗ് ആയിട്ടുള്ള അവരുടെ അച്ഛൻ. പക്ഷെ അതിൽ നിന്നും സ്വതന്ത്രമായിട്ട് മ്യൂസിക് ചെയ്യാനുള്ള മൈക്കലിന്റെ ആഗ്രഹവും ഒക്കെയാണ് സിനിമ പറയുന്നത്. പക്ഷെ അത് പുള്ളിക്ക് ഒരിക്കലും ഈസി ആയിരുന്നില്ല. നമുക്ക് പറയാം അച്ഛനല്ലേ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ. പക്ഷെ എല്ലാവരുടെ ലൈഫ് അതുപോലെ ഈസി ആകണമെന്നില്ലല്ലോ. സോ ആ ഒരു സ്ട്രഗിൾ, ആ ഒരു കോംപ്ലിക്കേഷൻ ഒക്കെ വളരെ ബ്രില്യന്റ് ആയിട്ട് തന്നെ പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി മൈക്കിൾ എന്ന കഥാപാത്രത്തോടും പുള്ളിയുടെ പെയിൻ, അമ്മയോടുള്ള അറ്റാച്ച്മെന്റ്, മൃഗങ്ങളോടുള്ള സ്നേഹം, പാമ്പിനോടുള്ള അല്ല കേട്ടോ, ബാക്കിയുള്ള മൃഗങ്ങളോട്, പുള്ളിയുടെ ആ ഒരു കരുണ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് പേഴ്സണലി വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ സോങ്സ് ഇവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൽ ഇവർ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിംഗ്, ഡാൻസ് മൂവ്മെന്റ്സ്, അതുപോലെ ത്രില്ലർ ബാഡ്, ഈ സോങ്സിന്റെ ഒക്കെ പോർഷൻസ് തിയേറ്ററിൽ കാണാൻ ഗംഭീരമായിരുന്നു. MTV പോലെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അത്രയും വലിയൊരു മ്യൂസിക് ചാനൽ അവരുടെ ആദ്യകാലത്തെ റേസിസം ഒക്കെ സിനിമ തുറന്നു കാട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, ഒരു ഓൾമോസ്റ്റ് ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ ഇപ്പോഴത്തെ കുട്ടികൾ, അതായത് ഒരു 16 മുതൽ മുകളിൽ പ്രായമുള്ള പിള്ളേര്, അവർ ഇത്രയധികം വിസിലടിക്കുന്നു, ഓളം വെക്കുന്നു. മിക്കവാറും മൈക്കൽ ജാക്സൺ മരിച്ചപ്പോൾ പോലും ഇവരിൽ പലരും ജനിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ തീരെ കുട്ടികളായിരിക്കും. സോ അവർക്ക് ഇത് ആഘോഷിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് പുള്ളിയൊക്കെ ഒരു ലെജൻഡ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ 80s-ലും 90s-ലും ഒക്കെ ജനിച്ച ഞങ്ങളെ പോലുള്ള ജനറേഷൻ കുറച്ചുകൂടി റിലേറ്റബിൾ ആകും ഇതിലെ കാര്യങ്ങളൊക്കെ. സ്റ്റിൽ പുള്ളിയുടെ ലൈഫിലെ വിവാദങ്ങളൊന്നും അങ്ങനെ മറക്കുന്നില്ല കേട്ടോ. മൈക്കൽ ജാക്സന്റെ സ്വന്തം അനിയന്ത്രവനായിട്ടുള്ള ജാഫർ ജാക്സൺ ആണ് മൈക്കൽ ജാക്സൺ ആയിട്ട് വരുന്നത്. അസാധ്യ പെർഫോമൻസ് ആണ്. കറക്റ്റ് മൈക്കലിന്റെ ലുക്കാണ്. ലുക്ക് കൊണ്ട് മാത്രമല്ല, ഡാൻസ് മൂവ്മെന്റ്സ് ആണെങ്കിലും എന്തിന് ശബ്ദം പോലും ഏകദേശം മൈക്കലിന്റെ തന്നെ എന്ന് പറയാം. ഇമോഷൻസ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കൺവേ ആകുന്ന വിധത്തിലുള്ള പ്രകടനമായിരുന്നു. മിമിക് ചെയ്യുന്ന പോലെ അല്ല, ശരിക്കും ഉള്ള ഒരു പരകായ പ്രവേശം പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ മൈക്കലിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച ജൂലിയാന ക്രൂവാൾഡി എന്ന ബാലതാരത്തിന്റെ പെർഫോമൻസും എടുത്തു തന്നെ പറയണം. ഇവരുടെ അച്ഛനായ ജോ ജാക്സൺ ആയിട്ട് കോൾമൻ ഡെമിംഗോ ആണ് വരുന്നത്. പെർഫെക്റ്റ് കാസ്റ്റ് ആയിരുന്നു. സ്ട്രോങ് ക്യാരക്ടറാണ്, സ്ട്രോങ് പെർഫോമൻസ് ആണ്. കഥയിലെ ഏകദേശം വില്ലൻ കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. അമ്മയായിട്ട് വന്ന നിയ ലോങ്, അതുപോലെ ബോഡി ഗാർഡ് ബില്ലായിട്ട് വന്ന കീലിൻ ഡൂറൽ, ഇവരും പടത്തിൽ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക് ഒക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് തന്നെയാണ്. പക്ഷെ എനിക്ക് കൂടുതൽ എടുത്ത് പറയേണ്ടത് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ആണ്. 60s, 70s, 80s ഈ കാലഘട്ടമൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്നും ഓവർ ആക്കാതെ, സെറ്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈൻ, മേക്കപ്പ് ഒക്കെ ഭയങ്കര സട്ടിലാണ്, എന്നാൽ ബ്യൂട്ടിഫുളുമാണ്. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ എനിക്ക് പ്രധാന പ്രശ്നമായിട്ട് തോന്നിയത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻഡിങ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ശരിക്കും ഈ പടത്തിന് ഇങ്ങനെ അല്ലായിരുന്നു ഇവരാദ്യം ഇതിന്റെ തേർഡ് ആക്ട് ഒന്നും നിശ്ചയിച്ചിരുന്നത്. ആ ഒരു സെക്ഷൽ അബ്യൂസ് വിവാദമൊക്കെ പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില നിയമപരമായിട്ടുള്ള വശങ്ങളൊക്കെ കൊണ്ട് അത് ഒഴിവാക്കുകയായിരുന്നു എന്നാണ് കേട്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഓഫ് കോഴ്സ് വാനില ബയോപിക് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോഴുള്ള അവസ്ഥയിലും ഈ പടം അങ്ങനെ മോശമൊന്നുമല്ല. ഒരു ഓപ്പൺ എൻഡിങ് അല്ലെങ്കിൽ അബ്രപ്റ്റ് ആണ് എൻഡിങ് എന്ന് പറയാം. പക്ഷെ അതിനൊരു ബ്യൂട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ്. അതുപോലെ മൈക്കലിന്റെ സഹോദരിയും മറ്റൊരു കിടിലൻ സിംഗർ കൂടിയായ ജാനറ്റ് ജാക്സണ് കഥയിൽ ഒട്ടും പ്രാധാന്യമില്ലാത്ത രീതിയിലാണ് ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്രതിഷേധം ഉണ്ട് കേട്ടോ. സോ മൊത്തത്തിൽ നല്ലൊരു ഡീസന്റ് ബയോപിക് ആണ് മൈക്കൽ. പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ ഇറ്റ്സ് ഗുഡ്. ഫാൻസിന് ഉറപ്പായിട്ടും വർക്കാവും. പക്ഷെ ഞാനാണെങ്കിൽ അത്ര കടുത്ത ആരാധകൻ അല്ല എങ്കിൽ പോലും എനിക്കും പേഴ്സണലി വർക്കായിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഇതുപോലെയുള്ള ഒരു ഗോഡ്
മ്യൂസിഷ്യന്റെ ഒക്കെ ലൈഫ് പൂർണ്ണമായിട്ട് ഒരു 2 മണിക്കൂറിനുള്ളിൽ പറഞ്ഞു തീർക്കാനൊന്നും പറ്റില്ല. അത് വേറെ കാര്യം. സോ പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാം. എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ പുതുതായിട്ട് തുടങ്ങിയ അടുത്തുള്ള തിയേറ്ററിൽ ആദ്യമായിട്ട് കാണുന്ന ഇംഗ്ലീഷ് പടമായിരുന്നത്, അതും വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ. സോ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കറുകച്ചാൽ മാജിക് ഫ്രെയിംസിലാണ് ഞാൻ ഈ പടം കണ്ടത്. 4K ലേസർ ഡോൾബി അറ്റ്മോസ് സ്ക്രീനാണ് അവിടെ ഉള്ളത്. സോ പടം കാണാൻ തീരുമാനിച്ചിട്ടുള്ളവർ നല്ല സൗണ്ട് ആൻഡ് പിക്ചർ ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. 2 മണിക്കൂർ 5 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.